أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا نور واهله. اللهم صل على سيدنا نور واهله. اللهم صل على سيدنا نور واهله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيلتي أدركني يا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച സുബഹിയോട് അടുത്ത സമയമാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പൂജാതനായത്, ജനിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷങ്ങളെ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാരായണങ്ങൾ ചെയ്യുന്നവരിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് വിദ്യാർത്ഥികൾ ഹബീബിൻ്റെ മദ്ഹുകൾ പറയാനും പാടിപ്പുകഴ്ത്താനും എല്ലാം റെഡിയായി മദ്രസകളിൽ, മതസ്ഥാപനങ്ങളിൽ തയ്യാറായി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ മക്കൾ മദ്ഹുകൾ പറയാൻ, ഹബീബിൻ്റെ മദ്ഹ് പറയാൻ കൊതിച്ചു നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് അതെല്ലാം പറയുവാനും ഹബീബിൻ്റെ മദ്ഹ് പാടുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാവരുടെയും
ഷർറിൽ നിന്ന് കണ്ണേറിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ മക്കളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആരും തന്നെ കുട്ടികൾ നന്നായി പാട്ടുകളും പ്രസംഗങ്ങളൊക്കെ പാടുമ്പോൾ ഒരാളും ആ കുഞ്ഞുങ്ങളെ കണ്ണു വെക്കാൻ പാടില്ല. നോക്കിക്കൊണ്ട് സാറായി എന്ന് ഒരിക്കലും അങ്ങനെ നോക്കി പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ കണ്ണന്മാരുടെ കണ്ണുകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളൊക്കെ വീട്ടുവാനുള്ള വഴികൾ എല്ലാവർക്കും തുറന്നു തരുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫാഹ് നൽകുമാറാവട്ടെ. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവർക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് സമാധാനം നൽകുമാറാവട്ടെ. അതുപോലെ ഷെഹർ ബാധകൾ ഏറ്റുകൊണ്ട് കണ്ണേറ് ഏറ്റുകൊണ്ട് അങ്ങനെ പൈശാചികമായിരിക്കുന്ന ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മളുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കച്ചവടത്തിലുള്ള പ്രശ്നങ്ങൾ, കച്ചവടം കുറഞ്ഞു പോകുന്നതും അതുപോലെ സ്ഥല സംബന്ധമായുള്ള പ്രശ്നങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഷർറുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഷെഹർ ചെയ്യാൻ ആരും നിൽക്കരുത്. കാരണം ഷെഹർ ചെയ്തവൻ നരകത്തിലാണ്. അതുപോലെ ഷെഹർ ചെയ്ത ആളുകൾക്ക് അത് തിരിച്ച് ചെയ്യാൻ അവർ അതിനെ ആ ഷെഹർ ഏറ്റ ആളുകൾ അതിനെ തിരിച്ചയക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനത്തെ ഒരു പണിയും നിങ്ങൾ ചെയ്യാൻ ഒരു മുഅ്മിനായ മനുഷ്യനും അത് ചെയ്യാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെഹറന്മാരുടെ ഷെഹറിനെ തൊട്ടൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരുപാട് അതുപോലെ നമ്മളെ മക്കൾ പഠനത്തിൽ ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. എല്ലാത്തിനും കഴിവുകളും ഉള്ള കുട്ടികൾ. ആ കുട്ടികളൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വിളിച്ചു പറയുന്നുണ്ട്, വന്നുകൊണ്ട് പറയുന്നവരുണ്ട്. കാരണം ആദ്യം നല്ല പഠിക്കാനെല്ലാം ഉഷാറായിരുന്നു. ഇപ്പോൾ പഠിക്കാൻ പുസ്തകം തുറന്നു വെച്ച് ഉറങ്ങുകയാണ്, പറയുമ്പോൾ ദേഷ്യം പിടിക്കുകയാണെന്നൊക്കെ പല ആളുകളും ഫോൺ വിളിച്ചിട്ടും ഒക്കെ വന്നിട്ടും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരാളും മക്കൾ ഉയർച്ചയിലെത്തുമ്പോൾ അതിനൊന്നും നമ്മൾ കണ്ണ് വെച്ചുകൊണ്ട് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞല്ലോ, അസ്മാഉൽ ഹുസ്ന ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന 2 ഇസ്മുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ അതിനൊരുപാട് പ്രതിഫലങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും ഒക്കെ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇതിൻ്റെ ആദ്യത്തെ ഇസ്മുകൾ നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഇസ്മുകൾ ചൊല്ലുകയാണെങ്കിലും ദിക്റുകൾ ചൊല്ലുകയാണെങ്കിലും സ്വലാത്തുകൾ ചൊല്ലുകയാണെങ്കിലും ഇഖ്ലാസോടുകൂടി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട്
അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ഉത്തരമുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്, അതിന് അവൻ പ്രതിഫലം തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഇസ്മുകളൊക്കെ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകും. ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യാ ഹാഫിളു യാ അള്ളാഹ് എന്ന ഇസ്മിനെ കുറിച്ചാണ്. എന്താണ് ആ ഇസ്മിൻ്റെ മഹത്വങ്ങൾ? ശത്രുക്കളിൽ നിന്ന് രക്ഷയ്ക്ക് ഇതിനെന്താണ് പതിവാക്കുക. നമുക്ക് കുറേ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഇതിനെ പതിവാക്കുക. ഇതിൻ്റെ അക്ഷരസംഖ്യയോളം പതിവാക്കിയാൽ അക്രമികളായിരിക്കുന്ന ആളുകളിൽ നിന്നെന്താണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ യാ റാഫിഉ യാ അല്ലാഹ്, മാസപ്പിറവി കണ്ട് 11, 12, 13 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക. 14-ാമത്തെ ദിവസം മാസപ്പിറവി കണ്ട് 11, 12, 13 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് 14-ാം ദിവസം 70,000 പ്രാവശ്യം ഈ ഇസ്മിനെ ഒരാൾ ചൊല്ലിയാൽ ശത്രുക്കളിൽ നിന്ന് വിജയം ലഭിക്കും. യാ ഖാബിലു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ് എന്ന തൻ്റെ പേരിൻ്റെ അക്ഷരസംഖ്യയോളം പതിവാക്കിയാൽ ഇൽമു വർദ്ധിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ 2 ഇസ്മുകൾ നമ്മൾ പതിവാക്കുക. ഈ 2 ഇസ്മുകളും യാ ഹാഫിളു യാ അല്ലാഹ്, അതുപോലെ യാ റാഫിഉ യാ അല്ലാഹ് എന്ന ഈ 2 ഇസ്മും ദിവസവും നമ്മൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് തടയാൻ ഈ ഇസ്മുകൾ യാ ഖാബിലു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ. അതുപോലെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ ഹാഫിളു യാ അല്ലാഹ് എന്ന ഇസ്മ 500 തവണ ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും അലട്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന് മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ ഹാഫിളു യാ അല്ലാഹ് എന്ന ആ ഇസ്മ വല്ലവനും 500 തവണ ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും അലട്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ യാ റാഫിഉ യാ അല്ലാഹ്, അക്രമികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് 70 തവണ ചൊല്ലുക. അക്രമികളുടെ ഇതിനൊക്കെ രക്ഷപ്പെടാൻ ഒക്കെ 70 പ്രാവശ്യം യാ റാഫിഉ യാ അല്ലാഹ് എന്ന് ചൊല്ലുക. മറ്റേ ഇസ്മ 500 പ്രാവശ്യവും നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. അതുപോലെ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മളൊക്കെ എല്ലാവരും മൗലൂദുകൾ പാരായണം ചെയ്യുന്നവരാണ്. പള്ളികളിൽ മൗലൂദിൽ പങ്കെടുക്കുന്നവരാണ്. വീടുകളിൽ മൗലൂദുകൾ പാരായണം ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, റസൂലുള്ളാഹിൻ്റെ മദ്ഹുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ മദ്ഹുകളും റസൂലുള്ളാഹിൻ്റെ ഹുബ്ബ് വെക്കാനും സ്നേഹിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഹബീബിനെ സ്നേഹിക്കുന്ന ഉമ്മത്തികളിൽ നമ്മളെ ചേർക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹുവിൻ്റെ ത്വഅത്തിലായി അല്ലാഹുവിനെ പേടിച്ച് അവൻ്റെ തഖ്വയിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ മുത്തുനബിയെ സ്നേഹിക്കുന്ന ഔലിയാക്കന്മാരെ പിൻപറ്റുന്ന അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. മഹാന്മാരായിരിക്കുന്ന ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്.
അവരൊക്കെ ഹബീബിനെ പ്രണയിച്ച ആളുകളാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ ധാരാളം ചൊല്ലിയ ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ എന്ന് പറയുന്നത്. ഔലിയാക്കന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. എല്ലാവിധ ശർറ് ബല മുസീബത്തുകളിൽ നിന്നും നമ്മളൊക്കെ കരകയറ്റി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി വ്യാഴാഴ്ച സലാത്ത് മജ്ലിസിലൊക്കെ നമ്മൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ഈ മജ്ലിസ് ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വാലിഹത്തായ മക്കളെ കൊടുക്കുമാറാവട്ടെ. ഉള്ള മക്കളെ അള്ളാഹു നൽകിയ മക്കൾ അള്ളാഹു സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, നാടിന് ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.